ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മാജിക് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ വരാൻ പോകുന്ന എല്ലാ PSC പരീക്ഷകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും വലിയ ഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹം. ഉത്തരം വ്യാഴം. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. അടുത്ത ചോദ്യം, പന്തങ്ങൾ എന്ന കവിത എഴുതിയതാര്? പന്തങ്ങൾ എന്ന കവിത എഴുതിയതാര്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പന്തങ്ങൾ എന്ന കവിത എഴുതിയതാര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഉത്തരം യുറാനസ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ്. അടുത്ത ചോദ്യം, മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? ഉത്തരം വള്ളത്തോൾ നാരായണമേനോൻ. മാതൃവന്ദനം എന്ന കൃതി ആരുടേതാണ്? വള്ളത്തോൾ നാരായണമേനോൻ. അടുത്ത ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ. ഉത്തരം കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ കാർട്ടോഗ്രഫി. അടുത്ത ചോദ്യം, ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ. ഉത്തരം കാർട്ടോഗ്രാഫർ. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആൾ കാർട്ടോഗ്രാഫർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ച വർഷം. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ച വർഷം. ഉത്തരം 1925 ആഗസ്റ്റ് 7. ഡോക്ടർ MS സ്വാമിനാഥൻ ജനിച്ച വർഷം 1925 ആഗസ്റ്റ് 7. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടർ ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം കേരളം. റബ്ബർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഉത്തരം വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആരാണ്? വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത് JL മക്ആദം. ആരാണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്? JL മക്ആദം. അടുത്ത ചോദ്യം, ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഉത്തരം കൊല്ലം ടു കോട്ടപ്പുറം. ദേശീയ ജലപാത 3 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം ടു കോട്ടപ്പുറം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. ഉത്തരം ജുഹു, മുംബൈ. മുംബൈയിലെ ജുഹുവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി. ഉത്തരം ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്തിൽ രൂപം കൊണ്ട ലിപി ഹൈറോഗ്ലിഫിക്സ്. അടുത്ത ചോദ്യം, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നത്. ഉത്തരം ഹിമാദ്രി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. ഉത്തരം ഹിമാദ്രിയിൽ. ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികൾ കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഉത്തരം സിയാച്ചിൻ. സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. അടുത്ത ചോദ്യം, മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികൾ. ഉത്തരം നന്നങ്ങാടികൾ. അടുത്ത ചോദ്യം,
കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഉത്തരം 1956. എന്നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്? 1956. അടുത്ത ചോദ്യം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനു മുൻപുള്ള കാലഘട്ടം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനു മുൻപുള്ള കാലഘട്ടം. ഉത്തരം ചരിത്രാതീത കാലം. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിനു മുൻപുള്ള കാലഘട്ടം അറിയപ്പെട്ടിരുന്നത് ചരിത്രാതീത കാലം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ SCERT പാഠഭാഗങ്ങളിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ പോയിൻറ്റ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.